ഹലോ ഓൾ, വെൽക്കം ടു KS മെന്റർ. നമ്മുടെ എക്സാമിന്റെ പെർസ്പെക്റ്റീവില് കറണ്ട് അഫയേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആ കറണ്ട് അഫയേഴ്സ് നമ്മുടെ സ്റ്റാറ്റിക് വിഷയങ്ങളുമായിട്ട് നമ്മുടെ എക്സാമിൽ നമ്മൾ പഠിക്കുന്ന ഓരോരോ സബ്ജക്റ്റുമായിട്ട് റിലേ ചെയ്തും കൂടെ നമ്മൾ പഠിച്ചു പോയാലേ നമ്മുടെ എക്സാം നമുക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ മാർച്ച് 15 മുതൽ 21 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു വീക്ക്ലി കറണ്ട് അഫയേഴ്സ്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളതെന്ന്. സോ ആദ്യമായിട്ട് ഇന്ത്യൻ നേവിയുടെ ഓൺ ഹെഡ് ക്വാർട്ടേഴ്സ് നൗസേന ഭവൻ, അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലുള്ള റാങ്കിങ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. പിന്നെ നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്, അതിന്റെ പേരാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെന്താ, വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ 2024. പിന്നെ DRDO കണ്ടക്ട് ചെയ്യുന്ന മിഷൻ ദിവ്യാസ്ത്ര, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും മാത്രമല്ല, നമ്മുടെ പൊതുവെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിനും ഗഗൻയാനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മേ ബി അത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്കിലും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ VSSC രൂപീകരിച്ചിട്ടുള്ള സഖി എന്ന് പറയുന്ന ഒരു ആപ്പ്, ആ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, പിന്നെന്താ, എയർ ക്വാളിറ്റി റിപ്പോർട്ട്, അതിൽ ഏറ്റവും താഴത്ത് വന്നിട്ടുള്ളത്, ഏറ്റവും ഉയർന്ന റാങ്കിങ് ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മധ്യപ്രദേശിൽ നിന്നും യുനെസ്കോയിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പട്ടികയിലേക്ക് മധ്യപ്രദേശിൽ നിന്നും 6 ഹെറിറ്റേജ് സൈറ്റുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സാമിന് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്ത്യൻ നേവിയുടെ ഓൺ ഹെഡ് ക്വാർട്ടേഴ്സ്. എന്താണ് ആ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേര് വരുന്നത്? നൗസേന ഭവൻ എന്നുള്ളതാണ്. അപ്പോ ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ സിലബസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഏതൊരു വിഷയം തന്നിട്ടും പ്ലസ് കറണ്ട് അഫയേഴ്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കയറി ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ സയൻസ് ആൻഡ് ടെക്കിനകത്ത് നമുക്ക് DRDO അല്ലെങ്കിൽ ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിഗ്രി എക്സാമുകൾക്ക് പൊതുവെ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോക്കി വെച്ചേക്കുക. ഇന്ത്യൻ നേവിയുടെ ഓൺ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേരാണ് നൗസേന ഭവൻ എന്നുള്ളത്. ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് നൗസേന ഭവൻ എന്ന് പറയുന്നത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡിഫൻസ് മിനിസ്റ്റർ ആണ്, രാജ്നാഥ് സിംഗ് ആണ് ഇനാഗ്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ റേറ്റിംഗില് 4 എന്നുള്ള സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എന്താണ്? അണ്ടർ ദ ഇന്റഗ്രേറ്റഡ് ഹാബിറ്റബിലിറ്റി അസസ്മെന്റില്. അതായത് ഹാബിറ്റബിലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്ന പല ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നിർവഹിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഗ്രീൻ റേറ്റിംഗിൽ 4ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റലി ഉള്ള ഇമ്പാക്റ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പരിഗണിച്ചിട്ടാണ് ഈ ഒരു റാങ്കിങ് നൽകുന്നത്. സോ എന്താണ്, ഗ്രീൻ റേറ്റിംഗിൽ 4ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് നൗസേന ഭവന്. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫീച്ചേഴ്സ്? തീർച്ചയായിട്ടും വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക അല്ലെ. സോ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റം ഇതിനുണ്ട്. പിന്നെ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ടാവും? വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വാഹനങ്ങളുടെ അണ്ടർബെല്ലി സ്കാനിങ്. ഈ വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും വാഹനങ്ങളുടെ അടിഭാഗത്തൊക്കെ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ മറ്റോ ഒക്കെ കടത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർബെല്ലി സ്കാനിങ് ഓഫ് വെഹിക്കിൾസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, പവർ ഫെൻസസ് സ്വാഭാവികമായിട്ടും ഉണ്ട്. പിന്നെ ഫേസ് റെക്കഗ്നിഷൻ ക്യാമറാസ്, പിന്നെ ബുള്ളാർട്സ്, വെഹിക്കിൾ സ്റ്റോപ്പേഴ്സ് ഉണ്ട്. പിന്നെ ആക്സസ് കൺട്രോളുകളുണ്ട്. പിന്നെന്തായിരിക്കും? തീർച്ചയായിട്ടും സെക്യൂരിറ്റി ക്യാമറാസും ഉണ്ടാകും. അങ്ങനെ ഒരു 3 ടയർ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഈ നൗസേന ഭവനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ഫാക്ട് എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലുള്ള ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. എന്താ നോക്കാം. 2021 വന്നിട്ടുള്ള ആ ഒരു ഡ്രോപ്പിന് ശേഷം 2022 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ ഒരു
കുറച്ചുകൂടെ മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്താണ് ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 135 2021. അത് 2022 134 മാറിയിട്ടുണ്ട്. 2022 കണക്കുകളാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ എന്താ 134 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര രാജ്യങ്ങളാണ് മൊത്തത്തിൽ കണക്കെടുക്കുന്നത്? 193 രാജ്യങ്ങളാണ് കേട്ടോ. 193 രാജ്യങ്ങളെയാണ് 2002 കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2021 ഇതിന്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തില് 2021 191 രാജ്യങ്ങളെ ആയിരുന്നു അസസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോ 2021 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 135 ആയിരുന്നു. 2022 ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 134 ആ റാങ്ക് എത്തിയിട്ടുണ്ട്. പിന്നെന്താ, ഇന്ത്യ ഹാസ് മൂവ്ഡ് അപ്പ് എ റാങ്ക് ഓൺ ദ ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എന്താണ്, നമ്മുടെ ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ ഒരു റാങ്ക് കൂടെ മുമ്പിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു റാങ്കിങ് പുറത്തുവിടുന്നത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ്. UNDP ആണ് ഈ പറയുന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പിന്നെന്താ, ഈ ഒരു റിപ്പോർട്ടിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിന്റെ പേരാണ് റീ ഇമാജിനിങ് കോപ്പറേഷൻ ഇൻ എ പോളറൈസ്ഡ് വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു റാങ്കിങ് പ്രകാരം ഓരോരോ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇന്ത്യയുടെ മുൻപത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0.633 ആയിരുന്നു. അവിടെ നിന്നും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? 0.644 എന്ന് പറയുന്ന ഒരു ഉയർച്ചയിലേക്ക് ഇന്ത്യയുടെ പോയിന്റ്സ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ജെൻഡർ ഇനീക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം നോക്കുമ്പോഴത്തേക്കിനും ഇന്ത്യയുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0.437 ആണ്. അപ്പം ആ ഒരു നമ്പറിലേക്ക്, ആ ഒരു പോയിന്റ്സിലേക്ക് ഉയരാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 2023 കണക്കുകളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ മികച്ച ഒരു നിലവാരം, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂസും അതുപോലെ റാങ്കിങ്സും എല്ലാ നേഷൻസും നേടിയെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇത്തവണത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നിന്നും എന്താ പറയാ ഒരു വിശകലനത്തിലൂടെയൊക്കെ അനാലിസിസിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കുറച്ചുകൂടെ നല്ല റാങ്കിങ് അല്ലെങ്കിൽ ഉയർന്ന പോയിന്റുകൾ നേടുമ്പോഴത്തേക്കിനും ഒട്ടുമിക്ക രാജ്യങ്ങളും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും അതിലെ ഹാഫ് ഓഫ് ദ കൺട്രീസും എന്ത് ചെയ്യുന്നില്ല, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റാങ്കിങ്ങിൽ ഉയരത്തിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. സോ അതാണ് ആ ഒരു റിപ്പോർട്ടിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു വേൾഡിൽ നിന്നും കുറച്ചുകൂടെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മുടെ ലോകം മുഴുവൻ എത്തുക, രാജ്യങ്ങളെല്ലാം എത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും ഇനി വരുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റാങ്കിങ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ്. എന്താണ്? വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുമ്പോൾ, അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് നമുക്ക് നോക്കാം. വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് മെയിനായിട്ടും ഓൺട്രപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൽഫ് റിലയന്റ് ആയിട്ട് ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തീർച്ചയായിട്ടും സെൽഫ് റിലയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നോക്കാം, എന്താണ് ഈ ഇനിഷ്യേറ്റീവ്? ദിസ് ഇനിഷ്യേറ്റീവ് aims to bolster local economies and promote grassroots entrepreneurships, ultimately fostering self-reliance and sustainable growth. ഓക്കെ, അപ്പോൾ സെൽഫ് റിലയന്റ് ആയിട്ട് അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് നീതി ആയോഗ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം, ആൻഡ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടും ഈ ഒരു കാര്യം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെന്താ, ഈ ഒരു ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ആകാംക്ഷ എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ എന്താ പറയാ ലോഗോയും കൂടെ ഈ വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അവര് അൺവെയിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ആകാംക്ഷ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ബ്രാൻഡാണ്.
അപ്പൊ അതിന്റെ കീഴിൽ ഒരുപാട് സബ് ബ്രാൻഡുകളും മറ്റുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ്. അപ്പൊ അതേക്കുറിച്ച് കൂടുതലായിട്ട് എക്കണോമിക്സിലും മറ്റുമൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ 2024. അപ്പൊ എന്താണ് അത് ആചരിച്ചു വരുന്നത്? മാർച്ച് 21 മാർച്ച് 21 ഈ വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ എന്ന് പറയുന്നത് ആചരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോ മാർച്ച് 21 ആണ് വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ജെനറ്റിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത്? അത് നമ്മുടെ ട്രൈസോമി 21 എന്നും ഈ ഒരു ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ജെനറ്റിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിന്റെ ശരീരത്തിലെ ക്രോമസോംസ് എന്ന് പറയുന്നത് 46 ആണ്. സോ ഈ 46 ക്രോമസോം ആർ സീൻ ആസ് പെയേഴ്സ്. സോ 23 പെയേഴ്സ് ഓഫ് ക്രോമസോം ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. സോ ഈ 23 ക്രോമസോമുകളില് 21st ക്രോമസോമില് എക്സ്ട്രാ ഒരു 3rd കോപ്പിയും കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു ജെനറ്റിക്കൽ ഡിസോർഡറിന്റെ റൂട്ട് കോസ്, കാരണം എന്ന് പറയുന്നത്. സോ ജെനറ്റിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ടോട്ടലായിട്ടും അത് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ ഒരു മാനസികമായിട്ടുള്ള ശേഷിയും മറ്റും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ആചരിച്ചു വരുന്നത്. സോ ഈ ഡൗൺ സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സയൻസിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് ഡൗൺ സിൻഡ്രോം ദിവസം എന്ന് പറയുന്നത്? ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 21 ട്രൈസോമി 21 എന്നും ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ 23 ക്രോമസോമുകളിലെ 21st പെയറിൽ എക്സ്ട്രാ ഒരു കോപ്പി വരിക എന്നുള്ളതാണ് ഈ ഒരു ജെനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള എന്താണ്? മിഷൻ ദിവ്യാസ്ത്ര DRDO കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. DRDOയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിഗ്രി പ്രിലിംസിനൊക്കെ ഒരുപാട് ചോദിച്ചു കാണുന്ന ഒരു ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മിഷൻ ദിവ്യാസ്ത്രയുടെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത്? അഗ്നി 5 എന്നുള്ള ഒരു മിസൈലിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് ആണ് ഈ ദിവ്യാസ്ത്ര എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഈ ഒരു മിസൈൽ എന്ന് പറയുന്നത് വിത്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അതിനുണ്ട്. അതായത് മൾട്ടിപ്പിൾ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരു മിസൈലാണ്. സോ അങ്ങനെ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് DRDO. സോ എവിടെയാണ് ഈ ഒരു മിഷൻ ദിവ്യാസ്ത്ര നടന്നിട്ടുള്ളത്? APJ അബ്ദുൽ കലാം ഐലൻഡില്. APJ അബ്ദുൽ കലാം ഐലൻഡിലാണ് ഈ ഒരു ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ളത്. ഒഡീഷയിലാണ് നമുക്കറിയാം അല്ലെ, ഒഡീഷയിലാണ് APJ അബ്ദുൽ കലാം ഐലൻഡ് ഉള്ളത്. സോ മുൻപൊക്കെ ഇന്ത്യ പൊതുവെ യൂസ് ചെയ്തിരുന്ന ആ ഒരു മിസൈൽ ടെക്നോളജി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ഒരു പുതിയ മിസൈൽ ടെക്നോളജി പ്രകാരം ഒരുപാട് വാർഹെഡുകളെ, മൾട്ടിപ്പിൾ വാർഹെഡുകളെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈൽ സംവിധാനമാണ്. ഈച്ച് വാർഹെഡ് ക്യാൻ സ്ട്രൈക്ക് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ പല പല ടാർഗറ്റുകളെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന, മൾട്ടിപ്പിൾ വാർഹെഡുകളെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പുതിയ മിസൈൽ ടെക്നോളജിയിൽ ഉള്ളത്. സോ ദേ ക്യാൻ ബി ലോഞ്ച്ഡ് ഫ്രം ലാൻഡ് ഓർ സീ. ഇത് മാത്രമല്ല, ഫ്രം സബ്മറൈൻ ആൾസോ. അപ്പോൾ അത്രയും കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ഒരു മിസൈൽ ടെക്നോളജിയിൽ വന്നിട്ടുള്ളത്. ഈ മിസൈൽ ടെക്നോളജി അഗ്നി 5 എന്നുള്ളത് പരീക്ഷിച്ച ആ ഒരു ടെസ്റ്റിന്റെ പേരാണ് എന്താണ്? ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്. കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? DRDO ആണ്. എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? APJ അബ്ദുൽ കലാം ഐലൻഡില്. APJ അബ്ദുൽ കലാം ഐലൻഡ് എവിടെയാണ്? ഒഡീഷയിലാണ്. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ഫാക്ട് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞു എന്താണ്? ഗഗൻയാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ആ ടോപ്പിക്ക് നമ്മുടെ സയൻസ് ആൻഡ് ടെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആൻഡ് പൊതുവെ സയൻസ് എന്ന് പറയുന്ന ഒരു രംഗവുമായിട്ട് ബന്ധപ്പെട്ട്, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊന്നും അല്ല നമ്മുടെ എന്താ പറയാ ബഹിരാകാശം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ ഇന്ത്യയുടെ പുതിയ ഡെവലപ്മെന്റ്സ്, ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജി, ഇങ്ങനെ തുടങ്ങി പല പല ടോപ്പിക്കുകളിൽ ഡൈവേഴ്സ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമിന് അത് ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലുമായിരിക്കും എന്നുള്ളത്. സോ ഗഗൻയാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് VSSC പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്പാണ് സഖി എന്ന് പറയുന്നത്.
ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഊഹിക്കാൻ പറ്റും എന്താണ് ഈ ആപ്പിന്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. സോ VSSC ആണ് പുറത്തിറക്കിയിട്ടുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു ആപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ? എന്താണ്? നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്ന നമ്മുടെ ആസ്ട്രോനട്സിനെ ഹെൽപ്പ് ചെയ്യുക, എയ്ഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ സഖി എന്ന് പറയുന്ന ആ ഒരു നെയിമിന് ഒരു ഫുൾ നെയിം ഉണ്ട്. എന്താണ് അതിന്റെ പേര്? സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളേജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു ആപ്പിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആപ്പിന്റെ ഫംഗ്ഷൻ? എയിംഡ് അറ്റ് എയ്ഡിങ് ആസ്ട്രോണട്സ് ഡ്യൂറിങ് ദ ഗഗൻയാൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ എന്നുള്ളതാണ് ആപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ ഇത് എയ്ഡ് ചെയ്യുമല്ലോ. നമുക്ക് നോക്കാം. എന്താണ്? ടെക്നിക്കൽ അസിസ്റ്റൻസ് മെയിൻ ആയിട്ട് കൊടുക്കും. എന്താണ്? ഈ ഗഗൻയാൻ പദ്ധതിയിൽ പോകുന്ന ആളുകളുമായിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്സസ്, അവിടെ നിന്ന് ലഭിക്കുന്ന വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരിലേക്ക് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെന്താ? തീർച്ചയായിട്ടും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഹെൽത്ത് മോണിറ്ററിങ്. സോ റിയൽ ടൈം അവരുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഈ ആപ്പിന്റെ മിഷൻ ആയിരിക്കും. ആൻഡ് കോംപ്രഹെൻസീവ് ലോ കീപ്പിംഗ്. സോ ഈ ഒരു പദ്ധതി നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് അതിലേക്ക് റെഡി ആകുമ്പോഴും ഒക്കെ ഈ ബഹിരാകാശ സഞ്ചാരികൾ, നമ്മുടെ ആസ്ട്രോനട്സ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഇൻസ്റ്റന്റ്ലി എന്ത് ചെയ്യുക? ഒരു ലോഗായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഇത് ചെയ്യുന്നുണ്ട്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലോഗ് കീപ്പിങ്ങും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സീംലെസ് ആയിട്ട് നടക്കുന്നുണ്ടോ, എർത്തുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പോകുന്നതും ഈ സഖി എന്ന് പറയുന്ന ഒരു ആപ്പ് ആയിരിക്കും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിന്റെ ഫംഗ്ഷൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തതായിട്ട് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. 2024 ആ ഒരു ദിവസം എന്നാണ്? മാർച്ച് 21 മാർച്ച് 21 ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. സോ ഇന്റർനാഷണൽ ഡേ ഓഫ് എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എല്ലാ വർഷങ്ങളിലും നടക്കുന്നുണ്ട്. മാർച്ച് 21 നടക്കുന്നത്. 1979 യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിലാണ് ഇങ്ങനെ ഒരു ഡേ ആചരിക്കണം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഈ ഒരു റേസിസത്തെ നമ്മുടെ പല പ്രദേശങ്ങളിലും എന്താ പറയാ, പല പല റേസുകൾക്ക് നേരിടേണ്ടി വരുന്ന ആ ഒരു റേസിസത്തിനെതിരെ ഉള്ള ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. സോ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവനവന്റെ ആ ഒരു എന്താ പറയാ ഒരു അസ്തിത്വം അല്ലെങ്കിൽ ആ ഒരു റേഷ്യൽ ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് നേരിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു അവബോധം ഉണ്ടാക്കുക, അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ഒരു ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് UN ചെയ്യുന്നത്. സോ എന്നാണ് ആ ദിവസം എന്നുള്ളത് നോക്കി വെച്ചേക്കുക. എന്നാണ്? മാർച്ച് 21 ഓക്കെ. അടുത്ത നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പുറത്തു വന്നിട്ടുണ്ട്. എൻവയോൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അതിൽ ഇന്ത്യയുടെ റാങ്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ്? നമ്മുടെ സ്വിസ് ഓർഗനൈസേഷൻ IQ എയർ എന്നുള്ളതാണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഓരോരോ രാജ്യങ്ങളുടെയും ആ ഒരു റാങ്കിങ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് 3rd വേഴ്സ്റ്റ് എയർ ക്വാളിറ്റി ഉള്ളതാണ്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഉള്ളത് എവിടെയാണ്? ബംഗ്ലാദേശ്, ഫോളോയിങ് പാകിസ്ഥാൻ, അതിനുശേഷം ഇന്ത്യ. ഈ 3 സ്ഥലങ്ങളിലാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ കണ്ടുവരുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പിന്നെന്താണ്? നമ്മൾ ന്യൂഡൽഹി പൊതുവെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടം പിടിക്കുന്ന ഒരു പേരാണല്ലേ. സോ ന്യൂഡൽഹി ഏൺസ് ദ ടൈറ്റിൽ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി. ഓക്കെ, ക്യാപിറ്റൽ സിറ്റി ആണ്. വേൾഡിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹി ആണ്. അടുത്തതായിട്ട് ബംഗുസാരൈ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ ബീഹാറിലുള്ള സ്ഥലമാണ്, ഇന്ത്യയിലുള്ളതാണ്. അതാണ് എന്താ നെയ്മഡ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് മെട്രോപൊളിറ്റൻ ഏരിയ. സോ വേൾഡിലെ മൊത്തത്തിലുള്ള ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റി ചോദിച്ചാൽ ഇറ്റ്സ് ന്യൂഡൽഹി. ആൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ബംഗുസാരൈ, ബീഹാറിലുള്ള ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലമാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് മെട്രോപൊളിറ്റൻ ഏരിയ. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് WHO പുറത്തിറക്കുന്ന ആ ഒരു കണക്കുകൾ പ്രകാരം ഏകദേശം over 1 billion of people ഇന്ത്യയിൽ exposed to levels of exceeding the allowed pollution range. So
WHO ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് ദ മാക്സിമം പൊല്യൂഷൻ അലൗഡ് എന്നുള്ളത്. പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും മോശമായിട്ടുള്ള, ആ ഒരു റേഞ്ചിലും മോശമായിട്ടുള്ള എയർ ശ്വസിക്കുന്ന 1 ബില്യൺ ഓഫ് പീപ്പിൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താണ്, ഈ WHO പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു കണക്കുകൾ മീറ്റ് ചെയ്യുന്നത് ആകെ 7 കൺട്രീസ് മാത്രമേ ഉള്ളൂ. ആകെ 7 കൺട്രീസ് മാത്രമേ ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താണ് ആ കണക്ക് എന്ന് പറയുന്നത്? അത് കണക്ക് എന്ന് പറയുന്നത് PM 2.5 ആണ് അതിന്റെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ പൊല്യൂഷൻ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് WHO പുറത്തിറക്കിയിട്ടുണ്ട്. PM 2.5 അതിൽ താഴെയോ വന്നു കഴിഞ്ഞാലാണ് എന്താണ് പ്യുവർ ആയിട്ടുള്ള നല്ല എയർ ആണ് എന്ന് പറയുന്നത്. ആകെ 7 രാജ്യങ്ങൾ മാത്രമേ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊക്കെയാണ് ആ 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്? ഓസ്ട്രേലിയ, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഗ്രനാഡ, ഐസ്ലാൻഡ്, പിന്നെ മൊറീഷ്യസ്, ന്യൂസിലാൻഡ്. ഇവിടെയൊക്കെ കുറച്ചുകൂടെ എന്താ പറയാ WHO ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്ന പൊല്യൂഷൻ കുറവുള്ള എയർ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, ഫ്രഞ്ചിലുള്ള പോളിനേഷ്യ എന്ന് പറയുന്നത് ലീസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ, ഈ ഒരു കണക്കുകൾ പ്രകാരം ഏകദേശം 134 രാജ്യങ്ങളില് 124 രാജ്യങ്ങളും WHO ആ ഒരു കണക്ക്, അതായത് 2.5 PM എന്നുള്ള ആ ഒരു പൊല്യൂഷൻ റേഞ്ചിനെയും കടക്കുന്നുണ്ട്. അതില് എന്താ പറയാ 5 മൈക്രോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക്, അതിലും മുകളിൽ പൊല്യൂഷൻ കാണിക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ എന്താണ്, ഈ ഒരു PM എന്നുള്ള പറയുന്ന അളവിലാണ് എന്താ പറയാ 2.5 എന്ന് പറയുന്നത്. 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് WHO അലൗഡ് ആയിട്ടുള്ള പൊല്യൂഷൻ റേഞ്ച് എന്ന് പറയുന്നത്. അതിലും കൂടുതലാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുള്ള എയറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ബംഗ്ലാദേശാണ് മോശമായിട്ടുള്ള ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, അവിടെ 79.9 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അവിടുത്തെ എയർ ക്വാളിറ്റി അല്ലെ എയറിലുള്ള പൊല്യൂഷൻ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ തേർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്ത്യ എത്രയാണ്? 54.5 ആണ്. 54.5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഇന്ത്യയിലുള്ള ആ ഒരു പൊല്യൂഷൻ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ആ ഒരു ലോക പൈതൃക പട്ടിക. അതിലേക്ക് മധ്യപ്രദേശിൽ നിന്നും 6 ഹെറിറ്റേജ് സൈറ്റുകൾ ഇടം പിടിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതും. സോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇടം പിടിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കൾച്ചറലി ഉള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സൈറ്റുകൾ തിരഞ്ഞെടുക്കുക. സോ ഏതൊക്കെയാണത് എന്നുള്ളതും അതിന്റെ പ്രത്യേകതകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്വാളിയോർ ഫോർട്ട് ഏകദേശം 8th സെഞ്ചുറി കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല 6th സെഞ്ചുറി തൊട്ടേ ഈ ഒരു ഫോർട്ട് ഉണ്ട് എന്നുള്ളൊരു അവകാശവാദവും ഉണ്ട്. സോ എന്താണ്, രാജാ സൂര്യസേന പണി കഴിപ്പിച്ചതാണ് എന്നും വിചാരിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭ്യമല്ലെങ്കിലും അതാണ് ഇപ്പൊ ലഭ്യമായിട്ടുള്ള തെളിവുകൾ പ്രകാരം പറയുന്നത്. എന്താണ്, ഇതിനകത്ത് ഒരുപാട് മന്ദിർസ്, അതായത് അമ്പലങ്ങൾ ഇതിനകത്തുണ്ട്, ടെമ്പിൾസ് ഉണ്ട്. എന്താണ്, മൻ മന്ദിർ പാലസ്, അതുപോലെ ഗുജ്രാഹി മഹൽ, അതുപോലെ സാസ് ബഹു ടെമ്പിൾസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടെമ്പിളുകൾ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോർട്ടാണ് ഈ പറയുന്ന ഗ്വാളിയോർ ഫോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മുഗൾ കാലഘട്ടത്തിലും ഈ ഒരു ഫോർട്ട് നിലനിന്നിരുന്നു എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ഇന്ന കാലഘട്ടത്തിലാണ് എന്നുള്ളത് ലഭ്യമായിട്ടില്ല. കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ പറയുന്ന ഫോർട്ടിന്റെ ഒരു എന്താ പറയാ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് കറണ്ട് അഫയേഴ്സിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ മെഡീവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കിലൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഖൂനി ബന്ധാര എന്ന് പറയുന്നത് എവിടെയാണതുള്ളത്? ബുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു സൈറ്റിനെ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് മുൻപ് തൊട്ടേ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൈറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റമാണ് മധ്യപ്രദേശിലുള്ളതാണ്. സോ ആ ഒരു പ്രത്യേകത കാരണമാണ് അതിന് ഇത്രയും റെക്കഗ്നിഷൻ ലഭിക്കുന്നത്. സോ മുമ്പേ തൊട്ടേ ശ്രമങ്ങൾ നടന്നിട്ട് ഇപ്പോഴാണ് എന്താണ് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഈ ഒരു സൈറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് എന്താണ്, റോക്ക് ആർട്ട് സൈറ്റ് ചമ്പൽവാലിയിലുള്ള റോക്ക് ആർട്ട് സൈറ്റുകൾ. പിന്നെന്താണ്, ഭോജേശ്വർ മഹാദേവ് ടെമ്പിൾ ഭോജ്പൂരിലുള്ളതാണ്. പിന്നെന്താണ്, ഗോണ്ട് മോണുമെന്റ്സ് ഓഫ് രാംനഗർ മണ്ഡല എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ദ ഹിസ്റ്റോറിക്കൽ എസംബിൾ ഓഫ് ധംനാർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ഒരു
യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതിന്റെയൊക്കെ ജസ്റ്റ് ഒന്ന് പേര് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഈ കൂട്ടത്തില് ഈ ഭോജേശ്വർ മഹാദേവ് ടെമ്പിൾ എന്ന് പറയുന്നത് അന്ന് കാലത്ത് കാരണങ്ങൾ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും മുഴുവനായിട്ടും പണി കഴിക്കാതെ ഇട്ടിരിക്കുന്ന ഒരു സൈറ്റാണത്, ഒരു അമ്പലമാണത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ആ ഒരു പണിയാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻസ് ഒക്കെ അവിടുത്തെ കല്ലുകളിലൊക്കെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ കല്ലുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നും കണ്ടെടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കൊണ്ടൊക്കെയാണ് ഈ ഇത്രയും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സുകളെ കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർച്ച് 3rd വീക്കിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ആ ഒരു ടോപ്പിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നന്നായിട്ടൊന്ന് നോട്ടൊക്കെ തയ്യാറാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തില് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല ഏതൊരു വിഷയമാണെങ്കിലും നമ്മളൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴേ നമ്മുടെ എക്സാമിന് അത് ഉപകാരപ്പെടുകയുള്ളൂ. ആ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്യാനായിട്ട് KS മെന്ററിന്റെ മറ്റ് വീഡിയോസും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.